അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഉപപാഠ പുസ്തകമാണ്. ഉപപാഠ പുസ്തകത്തിലെ 1ാമത്തെ ചാപ്റ്ററായ ഡിജിറ്റൽ കാലത്തെ കുട്ടികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വിഷയം നമ്മുടെ ദുറൂസ് ഇഹ്സാൻ എന്ന വിഷയത്തിനോടൊപ്പമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിൽ കുറേ പഠിക്കാനൊന്നുമില്ല. ഓരോ പാഠത്തുനിന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഇതും ദുറൂസിന്റെ ഒപ്പമാണല്ലോ എക്സാം എന്ന് കരുതി വിദ്യാർത്ഥികളും ടെൻഷൻ ആവണ്ട ട്ടോ. അപ്പൊ അതിലെ 1ാമത്തെ പാഠമാണ് ഡിജിറ്റൽ ലോകത്ത് പിറന്നു വീണവർ എന്നുള്ള ചാപ്റ്റർ. അതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത് ട്ടോ. അപ്പൊ എല്ലാരും പുസ്തകത്തേക്ക് നോക്കുക. കൂട്ടുകാരെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. പുസ്തകം വായിച്ചു പഠിക്കുകയാണോ അതോ മൊബൈൽ ഫോണിൽ കളിക്കുകയാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? നമുക്ക് എല്ലാവർക്കും മൊബൈൽ ഫോൺ കളിക്കാനല്ലേ ഏറ്റവും ഇഷ്ടം ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഉമ്മാര് ഉപ്പാരൊക്കെ കാണാതെ ഓല് വീട്ടു ജോലി ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഓല് ഉറങ്ങണ സമയത്തൊക്കെ ഓലെ ഫോൺ എടുത്ത് കളിക്കൂലേ? അതെന്തുകൊണ്ടാണ്? നമുക്ക് അത് ഇഷ്ടമായോണ്ടാണ്. അല്ല, നമുക്ക് പഠിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മള് ഓല് ഉറങ്ങുന്ന സമയത്ത് ഓലെ ഫോൺ എടുക്കാൻ നിൽക്കുവോ? നമ്മള് നേരെ നമ്മളെ പുസ്തകമല്ല എടുത്ത് പഠിക്കേണ്ടത്. നമ്മൾ നേരെ തിരിച്ച് ഓലെ ഫോൺ എടുത്ത് കളിക്കണം. എന്തുകൊണ്ടാണ്? നമുക്ക് അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാട്ടോ. നിങ്ങളിൽ പലരും 2ാമത്തെ ഉത്തരം തിരഞ്ഞെടുക്കും. അതിന് പല കാരണങ്ങളും ഉണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമുക്ക് മൊബൈൽ ഫോണിനോട് ഇഷ്ടം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ഡിജിറ്റൽ ലോകത്ത് പിറന്നു വീണവരാണ്. അഥവാ നിങ്ങള് ഇപ്പോ നമ്മുടെ 6ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എന്താണ്? ഡിജിറ്റൽ ലോകത്ത് പിറന്നു വീണവരാണ്. മൊബൈലും ടാബും ഇന്റർനെറ്റും സൗകര്യങ്ങളും എല്ലാം അടക്കി വാഴുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജനിച്ചത്. അഥവാ നിങ്ങൾ ജനിക്കണ സമയത്ത് തന്നെ എന്തുണ്ട്? നമ്മുടെ ലോകത്ത് മൊബൈല്, ടാബ്, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, TV എല്ലാതും എല്ലാ വീട്ടിലുണ്ട്. ആ സമയത്താണ് നിങ്ങളൊക്കെ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ഡിജിറ്റൽ ലോകത്ത് പിറന്നു വീണവരാണ് എന്ന് പറയുന്നത് കേട്ടോ. ശൈശവ പ്രായത്തിൽ തന്നെ ഇവയെല്ലാം കാണാനും ഉപയോഗിക്കാനും കൗതുകങ്ങൾ കണ്ടെത്താനും നിങ്ങളിൽ പലർക്കും അവസരം കിട്ടി. അഥവാ നിങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനും കാണാനും ഇതിൽ പലതും കണ്ടെത്താനൊക്കെ നിങ്ങൾക്ക് എന്തായി? അവസരം കിട്ടി. അങ്ങനെ ഇവയോടെല്ലാം നിങ്ങളുടെ ഇഷ്ടം കൂടി. അപ്പൊ നിങ്ങൾക്ക് ഇതിനോട് എന്താ? ഇഷ്ടം കൂടി കേട്ടോ. ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധമായി അത് മാറി. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒഴിവിട്ടിയ മൊബൈൽ കിട്ടണം, അല്ലെങ്കിൽ TV കാണണം, അല്ലെങ്കിൽ ടാബിൽ ഗെയിം കളിക്കണം. ആ രൂപത്തിലായി നിങ്ങളെ ചിന്ത മാറി. ആൽഫ ജനറേഷൻ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിക്കണോ ആൽഫ ജനറേഷൻ എന്ന്? 2012 ശേഷം ജനിച്ച കുട്ടികൾക്ക് പറയുന്ന പേരാണ് ആൽഫ ജനറേഷൻ എന്ന്. 1997 ശേഷം ജനിച്ച കുട്ടികൾക്ക് പറയുന്ന പേരാണ് എന്ത്? ജെൻസി കേട്ടോ. ജെൻസി ജനറേഷൻ കേട്ടോ ആണ് ജെൻസികൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതെല്ലാം ഡിജിറ്റൽ കാലത്തെ പുതിയ തലമുറയെ വിളിക്കുന്ന പേരുകളാണ്. ഇവരുടെ എല്ലാം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ. അഥവാ നമ്മള് കൂടുതൽ നേരം ഇലക്ട്രോണിക് ഉപകരണങ്ങളോടൊപ്പം ചെലവഴിച്ചാൽ നമ്മുടെ സ്വഭാവം മാറും. അപ്പൊ നമ്മൾ കൂടുതൽ സമയം ഒരു ഫോൺ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം എന്താവും? മാറും. പെരുമാറ്റം കൃത്രിമമാകും, അഥവാ ഓട്ടോമാറ്റിക് ആയിട്ട് മാറും ദിവസവും നമ്മുടെ പെരുമാറ്റം എന്നുള്ളത് കേട്ടോ. ഇന്റർനെറ്റിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ നമ്മുടെ മനസ്സ് മരവിക്കും. നാം അലസരും പഠിത്തത്തിൽ ശ്രദ്ധയില്ലാത്തവരുമായി മാറും. അപ്പൊ മൊബൈലിൽ അതുപോലെ ഇന്റർനെറ്റിലൊക്കെ കൂടുതൽ സമയം ചെലവഴിച്ചാല് പഠിക്കാൻ നല്ല മടിയായിട്ട് മാറും. ഒരു കാര്യം നമ്മൾ എന്താവില്ല, കൃത്യമായിട്ട് ചെയ്യൂല, ഭയങ്കര അലസത കാണിക്കും. പിന്നെ പഠിത്തത്തിൽ നമുക്ക് എന്തുണ്ടാവൂല? ശ്രദ്ധ ഉണ്ടാവൂല. അപ്പൊ നമുക്കൊക്കെ നല്ലേക്കിന് പഠിക്കണ്ടേ? 10ാം ക്ലാസ്സൊക്കെ എത്താലും ഇനി ഫുൾ A+ ഒക്കെ വാങ്ങണ്ടേ? ദീനിയായ എല്ലാ കാര്യങ്ങളും പഠിച്ച് നമുക്ക് ജീവിതത്തിൽ പകർത്തണ്ടേ? അപ്പൊ നമ്മൾ എന്ത് വേണം? മൊബൈലും ഇതൊക്കെ കുറച്ച് ഉപയോഗിക്കട്ടോ. എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാലമാണിത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കേണ്ട സമയമാണ് ഇപ്പോ. മൊബൈലും ടാബും ഇന്റർനെറ്റും എല്ലാം വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ പഠിക്കേണ്ട കാലമാണിത്. അപ്പൊ വളരെ ശ്രദ്ധയോടെ മാത്രം എന്താവുക? മൊബൈലും ടാബും ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുക. കുറെ സമയം ഇരിക്കാതിരിക്കട്ടോ. അവയെല്ലാം കൺമുന്നിൽ ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുന്നിൽ കാണുന്ന ഇഷ്ടമുള്ള കാര്യങ്ങളെ വേണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അപ്പൊ നമുക്ക് എന്താവണം? അത് പറ്റൂല എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ കഴിയണം. കുറച്ചൊക്കെ ഉപയോഗിക്കട്ടോ. എന്നാൽ അങ്ങനെ കഴിയണം, അഥവാ അങ്ങനെ വേണ്ടാന്ന് പറയാൻ കഴിയണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ പാലിക്കണം. അത് അത്ര എളുപ്പമല്ലെന്ന് തോന്നാം, എന്നാൽ കഷ്ടപ്പെട്ട് ശീലമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നല്ല ശീലങ്ങളാണ് ശരിയായ അച്ചടക്കം. അക്കാര്യങ്ങൾ നമുക്ക് അടുത്ത പാഠങ്ങളിൽ പഠിക്കാം.
ഇൻഷാ അള്ളാ ഇനി നമുക്ക് ഈ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കട്ടോ. അതുപോലെ തന്നെ ഈ പാഠത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ വോയിസ് കഴിയുന്നതിന്റെ ഇടയിലായിട്ട് ഈ വീഡിയോ കഴിയുന്നതിന്റെ ഇടയിലായിട്ട് പറയട്ടോ. അതാണ് ഈ പാഠത്തുനിന്ന് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പാഠത്തുനിന്ന് പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കേട്ടോ. അപ്പൊ നോക്കുക, ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആൽഫ, ബീറ്റ, ജെൻസി ഇവയെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനാണ്? ഡിജിറ്റൽ കാലത്തെ പുതിയ തലമുറകളെയാണ്. അപ്പൊ നേരെ തിരിച്ചും ക്വസ്റ്റ്യൻ വരും. ഡിജിറ്റൽ കാലത്തെ പുതിയ തലമുറകളെ സൂചിപ്പിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ്? ആൽഫ ജനറേഷന്, ബീറ്റ ജനറേഷന്, ജെൻസി, ഇത് മൂന്നാണ് കേട്ടോ. അപ്പൊ ഇതാണ് നിർബന്ധമായിട്ടും കാണാൻ പഠിക്കേണ്ടത്. ഈ പാഠത്തുനിന്ന് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. പരീക്ഷയ്ക്ക് ദുറൂസുൽ ഇഹ്സാനോട് കൂടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിർബന്ധമായിട്ടും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഈ ജനറേഷന്റെ പേരുകൾ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യമാണ്, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാറുണ്ടോ എങ്കിൽ ദിവസം എത്ര നേരം? എന്ത് തരം ആവശ്യത്തിന് കൂട്ടുകാരുമായി ചർച്ച ചെയ്യുക എന്നുള്ളത്. അതിപ്പോ ഇവിടെ ജസ്റ്റ് ഒരു ഉത്തരം കൊടുത്തിക്കണ്. അപ്പൊ നമ്മളതും ആ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്യുക. ഉപയോഗിക്കാറുണ്ടെങ്കിൽ ഉണ്ട് പറയാ, ഞാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ട്, ദിവസം ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാൻ ഉപയോഗിക്കും. ഞാനൊന്നല്ലെങ്കിൽ കാർട്ടൂൺ കാണാനാണ്, യൂട്യൂബിൽ വീഡിയോ കാണാനാണ്, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാനാണ്, പഠിക്കാനുള്ള ആവശ്യത്തിനാണ് ഞാൻ എന്താവാറ് ഉപയോഗിക്കാറ്. ആ രൂപത്തിലൊക്കെ കൂട്ടുകാരായിട്ട് ചർച്ച ചെയ്യാനാണ് കേട്ടോ. അടുത്തതാണ്, ഏത് വർഷത്തിന് ശേഷം ജനിച്ചവരാണ് ആൽഫ ജനറേഷൻ എന്ന് വിളിക്കുന്നത്? അതായത് 2012 ശേഷം ജനിച്ചവര്, ഓൽക്കാണ് എന്തെന്ന് പറയണത്? ആൽഫ ജനറേഷൻ എന്ന് പറയണത്. അതായത് നിങ്ങളൊക്കെ 2012 ശേഷം ജനിച്ചവരാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറയണ പേരാണ് എന്തെന്നുള്ളത്? ആൽഫ ജനറേഷൻ എന്നുള്ളത്. അപ്പൊ അതും മനസ്സിലാക്കിക്കണം. ചിലപ്പോ ഈ ക്വസ്റ്റിനേക്കാളും പരീക്ഷയ്ക്ക് വരിക. അതുപോലെ ഏത് വർഷത്തിന് ശേഷം ജനിച്ചവരെയാണ് ജൻസികൾ എന്ന് വിളിക്കുന്നത്? അതായത് 1997 ശേഷം ജനിച്ചവരെയാണ് എന്ത് വിളിക്കണത്? ജൻസികൾ എന്ന് വിളിക്കണത്. അഥവാ ഇങ്ങളെ മുമ്പ് ജനിച്ചോല് ഓലെയാണ് എന്ത് വിളിക്കണത്? ജൻസികൾ എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും നിർബന്ധമായി പഠിക്കണം. ഈ രണ്ട് ക്വസ്റ്റ്യനും. കൂടുതൽ നേരം ഇലക്ട്രോണിക് നമ്മുടെ പെരുമാറ്റം കൃത്രിമമാകും എപ്പോഴാണ് നമ്മളെ പെരുമാറ്റം ഓട്ടോമാറ്റിക് ആവുക? കൂടുതൽ നേരം ഇലക്ട്രോണിക് ഉപകരണങ്ങളോടൊപ്പം ചെലവഴിച്ചാലാണ് ഓട്ടോമാറ്റിക് ആയിട്ട് മാറട്ടോ. ശരിയായ അച്ചടക്കം എന്താണ്? നല്ല ശീലങ്ങളാണ് ശരിയായ അച്ചടക്കം. അപ്പൊ അതൊക്കെയാണ് ഈ പാഠത്തുനിന്ന് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും ആ ജനറേഷനുകളുടെ പേരുകളും അതിന്റെ വർഷങ്ങളും കാണാതെ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം. അതൊക്കെ കറ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളത്. ക്ലാസ് മനസ്സിലായാൽ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.